ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളോട് പറയാൻ മടിച്ചിട്ട് പലരും പല കാര്യങ്ങളും മറക്കുന്നുണ്ടാവും. ആണുങ്ങളോടാണ് കേട്ടോ. കാരണം ചിലരൊക്കെ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. രേണുസുതി എന്നൊരു സ്ത്രീ, ഇവര് സാഹചര്യം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തമുണ്ടായ ഒരു സ്ത്രീയാണ്. പക്ഷെ ഇപ്പോൾ അവരുടെ പോസ്റ്റുകളോടും മറ്റു ആളുകൾ പ്രതികരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവരാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന നിലയിലാണ് ആളുകൾ കമൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ ഹണി റോസ്. അവർക്കുണ്ടായ ഒരു അനുഭവം തുറന്നു പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? 99% ആളുകളും അവരെ കുറ്റം പറയാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? അവരാരെങ്കിലും ഉപദ്രവിച്ചു. അതിന് നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷ, നിങ്ങൾ ഗോവിന്ദചാമിയെ എത്രത്തോളം ശിക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആക്രമിക്കപ്പെട്ട നടിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആളുകളെ എത്രത്തോളം ശിക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഇരകളും അതിജീവിതകളും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ ഉൾപ്പെടുന്ന എല്ലാ സ്ത്രീകളും ഏതെങ്കിലും ഒരു സമയത്ത് ഇത്തരം ചെറുതും വലുതുമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. നിങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സാര ബാട്ട്മാനെ പറ്റി കേട്ടിട്ടുണ്ടോ? പലരും കേട്ടിട്ടുണ്ടാവും. ഞാൻ അവരെ പറ്റി പറയാം. പക്ഷെ അതിനു മുൻപ് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നവരോടെങ്കിലും ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ഭാര്യയോ മകളോ കുഞ്ഞുങ്ങളോ ആരെങ്കിലുമൊക്കെ, ഈവൻ ചെറിയ ആൺകുട്ടികളാണെങ്കിൽ പോലും, രാത്രി ഒരു 10-നോ 11-നോ ശേഷം കേരളത്തിലെ ഏതെങ്കിലും നിരത്തുകളിൽ കൂടി ഇറങ്ങി നടന്നാൽ നിങ്ങൾക്ക് ഭയമില്ലാതെ അതേപ്പറ്റി ചിന്തിക്കാൻ പറ്റുമോ? ഒന്നുറങ്ങാൻ കിടന്നാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അനുഭവം പറയാം. എൻ്റേതെന്ന് പറഞ്ഞുകൂടാ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളോട് പറയാൻ മടിച്ചിട്ട് പലരും പല കാര്യങ്ങളും മറക്കുന്നുണ്ടാവും. ആണുങ്ങളോടാണ് കേട്ടോ. കാരണം ചിലരൊക്കെ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് നിന്ന് ബസ്സിൽ കയറി പന്തളത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ടെക്നോ പാർക്കിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയം. അപ്പോൾ ഞാനിരിക്കുന്ന സീറ്റിൻ്റെ പിന്നിലായിട്ടൊരു മധ്യവയസ്കൻ എന്ന് പറയാം, 10-40 വയസ്സെങ്കിലും അയാൾക്ക് ഉണ്ടാവണം. അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കാലിന്, അതിന് മുൻപേ എൻ്റെ കാലിൽ എന്തോ ഒരയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ കാലിൽ എന്തോ ഒരയുന്നത് കണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇയാൾ നല്ല ചുവന്ന കണ്ണൊക്കെ ആയിട്ട് കുടിച്ചിട്ടുണ്ട്. ഒരു ഷർട്ടിൻ്റെ 2 ബട്ടണൊക്കെ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ അലസമായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എണ്ണീറ്റ് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇങ്ങനെ ഇയാളെ കണ്ടിട്ട് ഞാനിപ്പോൾ നോക്കുന്നത് കണ്ടപ്പോൾ ഇയാളുടെ ഒരു ചിരി, ഒരു വഷളം ചിരി എന്ന് നമ്മൾ പറയത്തില്ലേ, ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ടക്ടറോട് ആദ്യം വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ പറയുന്നു. അയാൾ ചിരിക്കുകയാണ്. മനസ്സിലായി? ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ്. ഞാൻ ജോലിയിൽ കയറിയിട്ട് അധികം സമയമായിട്ടില്ല. പിന്നെ എൻ്റെ കസിൻ, അതും കോയിൻസിഡൻസ് ആയിരുന്നു. എൻ്റെ ഒരു കസിൻ, എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ മോള് എൻ്റെ കൂടെ ലെഫ്റ്റിലിരിപ്പുണ്ട്. ഞങ്ങൾ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല, കാരണം അവർ നല്ല പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ചിരിക്കും സംസാരിക്കും, കാണുന്ന സമയങ്ങളിൽ തന്നെ അപൂർവമാണ്. അപ്പോൾ ആളോട് ഞാൻ ചേച്ചി ഇതാ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരും പറയണ്ട, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞുണ്ടല്ലോ, നിങ്ങൾ പ്രതിഭുവൻ കോഴി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സ്പർശനം വയ്ക്കുന്ന ആ ഒരു തൊലിയുടെ ഭാഗം പിന്നീട് നോക്കിയാലും നിങ്ങൾക്ക് അവിടെ എന്തോ സ്പർശിക്കുന്നതായിട്ട് തോന്നും. അത്രത്തോളം അട്ടയെഴയുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കുണ്ടാകുന്നത്. അത് നിങ്ങളെ സമൂഹത്തിലെ ഏത് നിലയിലുള്ള ആളായാലും നിങ്ങളെ അത് വല്ലാതെ എഫക്റ്റ് ചെയ്യും. ജീവിതത്തിൽ ഒരിക്കലും ആ അനുഭവം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവില്ല. നിങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല. പട്ടാപ്പകല് പോലും ഇത് സംഭവിക്കുന്ന ഒരു 3 മണിയോ 4 മണിക്കോ മറ്റോ ആണ് ഉച്ചയ്ക്ക്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല എന്നൊരു ഫീലിംഗ് ആണ് ഇതുണ്ടാകുന്നത്. ഇതുപോലെ ചെറുതും വലുതുമായ അനേക അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അന്ന് കണ്ടക്ടറോട് പറഞ്ഞപ്പോൾ അയാൾ പ്രതികരിച്ചില്ല. ചേച്ചിയോട് പറഞ്ഞപ്പോൾ അവിടുന്ന് എനിക്ക് വലിയ സപ്പോർട്ടൊന്നും കിട്ടിയില്ല. കാരണം സ്ത്രീകൾ അങ്ങനെ കണ്ടീഷൻഡാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇത്തിരി നേരം ആലോചിച്ചിരുന്നിട്ട് കാല് പുറകോട്ട് നീട്ടി വെച്ച് കൊടുത്തു. അയാൾ ചെയ്തോട്ടെ. അപ്പോൾ ഇത്തിരി നേരത്തിന് ശേഷം അയാൾ വീണ്ടും ഭയങ്കര എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിപ്പോയി. അയാൾക്ക് മുന്നോട്ട് പതുക്കെ എൻ്റെ കാല് നീക്കി കൊണ്ടുവന്നിട്ട്, ഞാൻ നല്ല ഹീലുള്ള ചെരുപ്പായിരുന്നു, നഖവും അയാളുടെ കാലിലെ വലിയ പെരുവിരലിൻ്റെ നഖവും തൊലിയും ചേർന്ന സ്ഥലം എനിക്ക് ഇങ്ങനെ ഇത്തിരി നോക്കിയപ്പോൾ കാണാൻ പറ്റുന്ന പോലെ ആയ ശേഷം ഞാൻ എൻ്റെ ഹീല് അതിൽ ഉറപ്പിച്ചിട്ട്
ഞെരിച്ചു കൊടുത്തു. എൻ്റെ അന്നത്തെ ശക്തി എന്തെല്ലാം എടുത്ത്, എത്ര ശക്തി എടുത്ത് എനിക്ക് ചെയ്യാമോ അത്രയും തന്നെ ശക്തി എടുത്ത് ഞാൻ ആ വേരെല്ലാം കൊണ്ട് ഞെരിച്ച് അമർത്തി. എനിക്ക് പന്തളത്തിറങ്ങണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാല് വേദനിക്കാൻ തുടങ്ങി ഇങ്ങനെ ചെയ്തിട്ട്. പന്തളത്തെത്തുന്നവരെ നിർത്തരുത് എന്ന് തോന്നിയിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. എന്നിട്ട് ഞാനിങ്ങനെ ഞെരിച്ച് ചിലപ്പോൾ എനിക്ക് ഇരുന്നിട്ട് ഫോഴ്സ് പോരാൻ തോന്നിയിട്ട് എണ്ണീറ്റ് നിന്നിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്തു, അതായത് കാലിങ്ങനെ. അപ്പോൾ പുറയുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒച്ചയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് ചെറുതായിട്ട്. അയാളുടെ അപ്പുറത്തിരുന്നതും അപ്പുറത്തിരുന്ന ആളെ കണ്ടപ്പോൾ ഇയാളുടെ കൂടെയുള്ള ആളായിട്ട് തന്നെയാണ് തോന്നിയത്. ഇപ്പുറത്തിരുന്ന ആൾ ഉറക്കമാണ് പുറയിൽ. എന്നിട്ട് ഞാൻ പിന്നെ കാലെടുത്ത് ഇതിൻ്റെ എങ്ങനെയുണ്ട് ഇയാളുടെ കാലിൻ്റെ അവസ്ഥയെ നോക്കിയപ്പം ആ തൊലിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ തൊലി ഒരു നീല നിറം. അപ്പോൾ ഞാൻ വീണ്ടും ചവിട്ടി. അയാൾക്ക് ആ കാല് വലിക്കാനുള്ള സമയം കൊടുക്കുന്നതിന് മുൻപ് പതുക്കെ വലിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ചവിട്ടി. കുറേ നേരത്തിന് ശേഷം ഞാൻ എന്നെ കൊണ്ടാവുന്ന സർവ്വശക്തിയും എടുത്ത് ചവിട്ടിയ ശേഷം തിരിച്ച് ഇങ്ങനെ ആ ഹീലിൻ്റെ പാട് ഒരഞ്ഞ് അവിടെ എല്ലാം ആകെ ആ കാലിനെ പറ്റുന്ന ബാക്കി വിരലുകൾക്കെല്ലാം ഞാൻ ചവിട്ട് കൊടുത്തു. അപ്പോൾ അയാൾ ഒരു കൊട്ടാരക്കരയൊക്കെ ആയപ്പോൾ ഞാൻ വിട്ടു. കൊട്ടാരക്കര എത്തിയപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ വിട്ടിട്ട് അയാൾ അപ്പം തന്നെ കാല് വലിച്ചിറങ്ങി അവിടെ നിന്ന് പോയി. നന്നായിട്ട് കാലിന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവണം, എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോണ്ടല്ലോ ഞാൻ ചെയ്തത് മതിയായില്ല എന്നുള്ള ഒരു തോന്നലാണ്. പക്ഷെ അത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റി. ഇനി ഞാൻ സമൂഹത്തിൽ നിന്നും ഫേസ്ബുക്കിലും മറ്റും എനിക്ക് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ പ്രചോദനമായ കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. രേണുസുതി എന്നൊരു സ്ത്രീ, ഭർത്താവ് മരിച്ച് അവർ മറ്റ് ആശ്രയമൊന്നുമില്ലാതെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ആക്ടിങ്ങിനും അല്ലെങ്കിൽ അവർക്ക് മോഡലിങ്ങിനും മറ്റുമായിട്ട് ഒരുപാട് ഓപ്ഷൻസ് വന്നു തുടങ്ങി. അപ്പോൾ ഇവർ സാഹചര്യം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തമുണ്ടായ ഒരു സ്ത്രീയാണ്. പക്ഷെ ഇപ്പോൾ അവരുടെ പോസ്റ്റുകളോടും മറ്റു ആളുകൾ പ്രതികരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവരാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന നിലയിലാണ് ആളുകൾ കമൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിലെത്ര സത്യമുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. അവർ രഹസ്യമായിട്ട് മറ്റെന്തെങ്കിലും ജോലിക്ക് പോയിട്ടില്ല. അവർ നിങ്ങളെ ആരെയും ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ശ്രമിക്കുന്നവരുടെ വീടുകളിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് നല്ലൊരു ഓപ്ഷൻ എന്ന് തോന്നി, അഭിമാനത്തോടെ ജീവിക്കാൻ അതാണ് അവർക്ക് സഹായമെന്ന് തോന്നി ഒരു ജോലി തിരഞ്ഞെടുത്തു. അതിന് നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷ, നിങ്ങൾ ഗോവിന്ദചാമിയെ എത്രത്തോളം ശിക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആക്രമിക്കപ്പെട്ട നടിയെ ഉപദ്രവിച്ചെന്ന് പറയുന്ന ആളുകളെ എത്രത്തോളം ശിക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഉള്ളിൽ ഏതോ ഒരു കാലത്ത് ഫീഡ് ചെയ്ത് വെച്ചിരുന്ന കുറേ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു പവർ പ്ലേ ആണ്. അതുപോലെ രണ്ട് കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഇവിടെ. ഒന്ന്, മറ്റുള്ളവരെ ഷെയിം ചെയ്യുന്നത് കൂടുതലും കണ്ടുവരുന്ന സ്ത്രീകളും ഇതിനിടയിൽ കമൻറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇവരെ ഇങ്ങനെ നാണം കെടുത്തുകയും അവരെ അപകീർത്തിപ്പെടുത്തുകയും അവരെ പറ്റി മോശമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നൈമിഷികമായിട്ട് അവർ ഐ ആം സീൻ, എന്നെ ആൾക്കാർ കാണുന്നുണ്ടെന്നൊരു തോന്നൽ വരും. ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും മറ്റും ഇവരെ ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടാത്ത ഒരു ഫ്രീഡം വേറൊരാൾക്ക് കിട്ടി എന്ന് തോന്നുന്നത് കൊണ്ട് ആ ഉള്ളി കിടക്കുന്ന ഒരു തടങ്കലിലിട്ട ഒരു പ്രതീതി ഉണ്ടല്ലോ, ചെറുപ്പത്തിലെ വളർത്തിയപ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും ആവാൻ പറ്റിയില്ല, എനിക്കിങ്ങനെയൊന്നും ഫാഷനബിളായിട്ട് നടക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും അറ്റൻഷൻ കിട്ടിയില്ല എന്ന് തോന്നുന്ന ആളുകളാണ് ഇവരെ അപകീർത്തിപ്പെടുത്താനും അപമാനിക്കാനും മുന്നിൽ നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായി ശ്രദ്ധിച്ചാൽ, മനുഷ്യ സ്വഭാവങ്ങളെ നിരീക്ഷിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. സാധാരണ ഇത്തരം വിക്ടിം ബ്ലെയിമിംഗ് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിച്ച സാഹചര്യങ്ങളിലേക്ക്, അവരുടെ തടങ്കലിലേക്ക് മറ്റുള്ളവരെയും പിടിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ജീവിച്ച സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് മറ്റൊരാൾ, ഒരു സ്ത്രീ പ്രത്യേകിച്ച് വളർന്നു വരിക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഇതിൽ കൂടി അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ആ വിക്ടിമിനെ അബ്യൂസ് ചെയ്തയാളെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. റേപ്പ് ചെയ്തയാളെ സപ്പോർട്ട് ചെയ്യുക, അബ്യൂസ് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തേത്, ആ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ തന്നെ എന്താണെന്ന് അറിയാമോ? നേരിട്ട് ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കള്ളം പറഞ്ഞ് വശത്താക്കാനോ അല്ലെങ്കിൽ പ്രണയം നടിച്ച് വശത്താക്കുന്ന ഈ കെയറിങ് ഏട്ടന്മാരുണ്ടല്ലോ, അങ്ങനെയോ ഇനി അതല്ല എങ്കിൽ അബ്യൂസ് ചെയ്യാനോ മെനക്കെടില്ല. ഇൻറ്റഗ്രിറ്റി ഇല്ല, അതായത് തൻ്റേതായ ക്വാളിറ്റി കൊണ്ട്
ഒരു സ്ത്രീയെ അട്രാക്ട് ചെയ്യാനോ തന്നിലേക്ക് വരുത്തിക്കാനോ കഴിവില്ലെന്ന് നിശ്ചയമായിട്ട് ഉറപ്പുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവരെന്താണ് ഇത്തരം അതിൽ വീക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഭയത്തിന് അടിമപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവര് ഈ കെയറിങ് ഏട്ടന്മാരായിട്ട് അവതരിക്കും. ഇനി അതല്ല എങ്കിൽ ഇരുട്ടിന്റെ മറപറ്റിയോ അല്ലെങ്കിൽ സമൂഹം ഇവർക്ക് ഈ വിക്ടിം ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അത് ഉള്ളിൽ അറിയാവുന്നത് കൊണ്ടോ ഇവര് ഇരകളായിട്ട് കിട്ടുന്നവരെ ആക്രമിക്കും. ഇരകളും അതിജീവിതകളും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പം ഞാൻ ഉൾപ്പെടുന്ന എല്ലാ സ്ത്രീകളും ഏതെങ്കിലും ഒരു സമയത്ത് ഇത്തരം ചെറുതും വലുതുമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. നിങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ ഹണി റോസ്. അവർക്കുണ്ടായ ഒരു അനുഭവം തുറന്നു പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? 99% ആളുകളും അവരെ കുറ്റം പറയാൻ ശ്രമിക്കുകയാണ്. എന്തുകൊണ്ട്? അവരാരെങ്കിലും ഉപദ്രവിച്ചോ? അവർ വളരെ കോമ്പറ്റീറ്റീവായ ഒരു ഫീൽഡിൽ, സിനിമയെ പോലെ ഒരു ഫീൽഡിൽ അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ അന്നേരം എന്തുകൊണ്ട് തുറന്നു പറഞ്ഞില്ല? ഞാൻ പറഞ്ഞ അനുഭവം ഇല്ലേ, അയാൾ എൻ്റെ കാലിൽ ഇങ്ങനെ തൊട്ടിട്ട് പോയിട്ട് അയാൾ ആ അടുത്ത സ്റ്റോപ്പിൽ അങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയായിരുന്നു സംഭവിച്ചതെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം നമ്മുടെ ബ്രെയിൻ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെയേ പ്രതികരിക്കാവൂ, അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരോട് സമൂഹം എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പലരും നമ്മുടെ ബ്രെയിനിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എന്താണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് ഒതുക്കി തീർക്കാം, എങ്ങനെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് നാണക്കേട്. അങ്ങനെയല്ല. വിക്ടിംസിനെ, അതിജീവിതകളെ, അബ്യൂസ് അനുഭവിക്കുന്നവരെ നാണം കെടുത്താൻ നിങ്ങൾ നിൽക്കരുത്. അവരല്ല നാണിക്കേണ്ടത് അവരെ ഉപദ്രവിക്കുന്നവരാണ്. ഉപദ്രവിക്കുന്നവരെ കണ്ടീഷനിങ് കാരണമായാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കാത്ത ജീവിതം ജീവിക്കുന്നവരെ ബ്ലെയിം ചെയ്യാനായാലും ശരി, അതിന് ശ്രമിക്കുന്നവരെയാണ് നാണം കെടുത്തേണ്ടത്. ഷെയിം ദ ഷെയിമേഴ്സ്, അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഇത്തരം ക്രൈമുകൾ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീക്ക്ലിങ്സ്, ഇൻസെക്യൂറായ ആണുങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻറ്റഗ്രിറ്റി ഉള്ള, നന്നായി എഡ്യൂക്കേറ്റഡായ, നല്ല സ്ട്രേറ്റ് ഓഫ് ദ സൊസൈറ്റിയിലുള്ള ആൾക്കാർ ഇതിന് ശ്രമിക്കില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ സ്ത്രീകൾ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്കറിയാം. അവർ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ അതിലെ ശരി തെറ്റുകളൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ ഇഷ്ടമില്ലാത്ത ഒരു വസ്തുവായി സ്ത്രീകളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഒരു സ്ത്രീയെ കണ്ടിട്ട് ആഗ്രഹം തോന്നിയാൽ ആ വസ്തുവായിട്ട് അതിനെ കണ്ടാൽ ഒരിക്കലും ആ സ്ത്രീയുടെ ഒരു കണ്ണുനീര് നിങ്ങളെ എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് തിരിച്ചറിയാത്ത ഒരു കാലം, നിങ്ങളത് അറിയുന്നില്ലായിരിക്കാം. ഒരു പക്ഷേ അത് അനുഭവിക്കുന്നത് ഇനി വരുന്ന തലമുറയായിരിക്കാം, അല്ലെങ്കിൽ ഇനി വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിൻ്റെ തിരിച്ചടി കിട്ടാതിരിക്കില്ല. കാരണം ഈ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന ആൾക്കാരും മനുഷ്യജീവികളാണ്. ഇനി വേറൊന്ന്, ഈ ഒരു ജസ്റ്റ് വേൾഡ് ഫാലസി ഉണ്ട്. അതായത് അവൻ എന്തോ ചെയ്തിട്ടുണ്ടാവാം, അവൻ അങ്ങനെ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവൾ ഉപദ്രവിക്കപ്പെട്ടത്. അങ്ങനെ വസ്ത്രം ധരിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈജിപ്തിൽ ഏതാണ്ട് 90% സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നവർ, അല്ലെങ്കിൽ അവർ ഏറ്റവും കവറപ്പ് ചെയ്ത് നടക്കുന്ന സ്ത്രീകളാണ്. അവിടെ 90% സ്ത്രീകളോളം അബ്യൂസിന് വിക്ടിമാണെന്നുള്ള കംപ്ലൈൻറ്റുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒട്ടും സേഫ് അല്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അപ്പോൾ ഈ പറയുന്ന ലോജിക്കിൽ വല്ല കാര്യമുണ്ടോ? കവർ ചെയ്ത് നടക്കുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക, ഇതൊന്നുമല്ല ഇതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഇത്തരം ഇൻസെക്യൂറായ പുരുഷന്മാർ നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളത്. 2, പലരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വിക്ടിമിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ എനേബിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇനി സാറ ബാട്ട്മാനിലേക്ക് തിരിച്ചു വരാം. അവര് സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ചൊരു സ്ത്രീയായിരുന്നു. അവരുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഫാറ്റ് അക്യുമുലേഷൻ മൂലം അവരുടെ പിൻഭാഗത്തിന് ഒരുപാട് വണ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശരീര പ്രകൃതി കാരണം ഇവർ ഒരു ഫ്രീക്ക് ഷോ, അതായത് ഇങ്ങനത്തെ അബ്നോർമലായിട്ടുള്ള ആൾക്കാരെ എല്ലാം കൂട്ടിലടച്ചും അല്ലെങ്കിൽ സ്റ്റേജിൽ പ്രദർശിപ്പിച്ചും മറ്റും ഇങ്ങനെ ലോകത്തെമ്പാടും കൊണ്ട് നടക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ഇംഗ്ലണ്ടിലും അയർലൻഡിലും മറ്റുമായി പലയിടത്തും ഇവരെ ഇങ്ങനെ പ്രദർശിപ്പിച്ചു. കുറേ മുതലാളിമാരായിരുന്നു, അതായത് ഒരു തരം സ്ലേവറി തന്നെ. അപ്പോൾ സ്ലേവറി അവരെ പണി ചെയ്യിപ്പിച്ചുകൊണ്ടല്ല, അവർ ഈ രീതിയിലുള്ള ഒരു ഫ്രീക്ക് ഷോ നടത്തി അതിൻ്റെ പൈസ കിട്ടുക, ടിക്കറ്റ് വെച്ചിരുന്നത്. അത് കാണാൻ ഒരുപാട് പേര് വരുമായിരുന്നു. അവരെ കുത്തുകയും അവരെ ഇത് ഒറിജിനലാണോ എന്ന് അറിയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അവരെ വല്ലാണ്ട് ഉപദ്രവിച്ച് ആ സമൂഹം അതിനെ എന്താണ് അതിന് പറയേണ്ടതെന്ന് നിങ്ങളത് വായിച്ചു നോക്കി അതിൻ്റെ ഒരു
ഒരു ഭീകരത ബോധ്യപ്പെടും. അപ്പോൾ ഏതാണ്ട് 26 വയസ്സിൽ അവർ മരിക്കുകയും ചെയ്തു. അവരെയൊന്നും മര്യാദയ്ക്ക് ജീവിക്കാൻ ഈ ലോകം അനുവദിച്ചില്ല. എന്തുകൊണ്ടാണ്? അവർ മറ്റുള്ളവരെ പോലെ അല്ല അവരുടെ ശരീരപ്രകൃതി എന്ന്. അപ്പോൾ ഹണി റോസിനെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ശരീരപ്രകൃതിയിൽ കൂടുതലും അസൂയക്കാർ തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് അവരുടെ ഒരു കോസ്റ്റാറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. കാരണം അങ്ങനെ തന്നെയാണ് അവരുടെ ശരീരപ്രകൃതി. അതിൽ ഇത്തിരി അസൂയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. ഒരു പക്ഷേ അവർ നിങ്ങളെ ഭയന്നിട്ടാവില്ലേ അവർ പരാതി കൊടുക്കാൻ വൈകിയത്? ആവണം. ഇനി നിങ്ങളുടെ കുട്ടികളാണ് അങ്ങനെ ആയി പോകുന്നതെങ്കിൽ ഒരു പക്ഷേ ഒരു അടുത്ത തലമുറയ്ക്ക് അപ്പുറത്തോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലും അറിയാതെയാണ് ഇനി നിങ്ങളുടെ പേരക്കുട്ടിയോ അല്ലെങ്കിൽ പേരക്കുട്ടിയുടെ കുട്ടികളോ ഒരു പക്ഷേ ഇങ്ങനെ തന്നെ ആവാം വസ്ത്രം ധരിക്കുന്നത്. ചൂട് കൂടിക്കൂടി വരുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് ലെയറുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് നടക്കണമെന്ന് ഇനി വരുന്ന തലമുറയോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ അബ്യൂസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ടതാണ്. എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഉയർന്ന നിലയിൽ ചിന്തിക്കുക. നമ്മുടെ രാജ്യവും നമ്മുടെ ആളുകളെയും നമ്മുടെ മനുഷ്യരെയും നമ്മുടെ സ്ത്രീകളെയും എത്രത്തോളം സേഫായി ജീവിക്കാൻ ഒരു സാഹചര്യം അനുവദിക്കുന്നു, അന്ന് മുതലാണ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ അന്ന് മുതലാണ് നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫണ്ടുകളും നമ്മുടെ പോലീസും നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റവും ഒഴുകി പോകാതെ കൂടുതൽ മികച്ച മാനുഫാക്ചറിങ്ങിലേക്കും ഇൻഡസ്ട്രിയലൈസേഷനിലേക്കും നമ്മുടെ രാജ്യത്തിനെ നയിക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കാതിരിക്കുക, വിക്ടിംസിനെ ബ്ലെയിം ചെയ്യാതിരിക്കുക. ഈ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഷെയിം ദ ഷെയിമേഴ്സ് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. കാരണം സ്ത്രീകളും മനുഷ്യരാണ്. നിങ്ങൾ ഒരു പാവക്കുട്ടിയെ പോലെ എങ്ങനെയാണ് ഉടുപ്പ് ഇടിയിപ്പിച്ചുകൊണ്ട് നടക്കേണ്ടത് എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന നിലയിലേക്ക് എത്തുന്നത് അതൊരു തരം പ്രാകൃതമായ ആചാരമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മോഡസ്റ്റി എന്ന് ഞാൻ മറ്റൊരാളെ ഇയാൾ മോഡസ്റ്റ് അല്ല എന്ന് പറയുന്നതോടുകൂടി ഞാനൊരു മോഡസ്റ്റായ ആളാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ പവിത്രയായ അങ്ങേയറ്റം പ്യുവറായ ഒരാളാണെന്ന് ആൾക്കാരെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ ധരിച്ചുകൊള്ളും എന്നൊരു തോന്നലിൽ നിന്നുണ്ടാകുന്ന പല കമൻറ്റുകളും കണ്ടിട്ട് നിങ്ങൾ ആ വിക്ടിംസിനെ കൂടുതൽ സങ്കടത്തിലേക്ക് ആഴ്ത്തരുത്. കാരണം ആ പ്രതി പൂവൻകോഴി എന്ന് പറയുന്ന സിനിമയെ കണ്ടതുപോലെ അത് സ്ത്രീകളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു മുറിവ് വളരെ ആഴത്തിലുള്ളതാണ്. അതിൻ്റെ പുറമെ നിങ്ങൾ കത്തികൊണ്ട് വരഞ്ഞു കയറാൻ, വാക്കുകൾ ഉപയോഗിച്ച് വരഞ്ഞു കയറാൻ നിൽക്കരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. അപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയിം ദ ഷെയിമേഴ്സ് എന്ന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലോ ഇൻസ്റ്റാഗ്രാമിലോ ടാഗ് ചെയ്തിടുക. അതുപോലെ അബ്യൂസ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അബ്യൂസ് ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന നടപടി. അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളോട് ഇത്രയും നേരം ഈ കാര്യങ്ങൾ പറയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നന്ദി.